ഹലോ, നമുക്കിന്ന് മാങ്ങയിട്ട മീൻകറി വെക്കാം. അപ്പോൾ നെത്തോലി മീനാണ്. അതിനകത്ത് മാങ്ങയും പച്ചമുളകും തക്കാളിയൊക്കെ അരഞ്ഞിട്ടു. പിന്നെ അതിന് ശേഷം അരപ്പിനായിട്ട് തേങ്ങ എടുത്തു. തേങ്ങയിൽ കുറച്ച് മഞ്ഞൾ പൊടി, പിന്നെ ഈ മാങ്ങ ഇടുന്ന മീൻകറി ആയതുകൊണ്ട് കുറച്ച് മുളക് പൊടി, ഇതിനകത്തിപ്പോൾ ഒരു കരണ്ടി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി മല്ലിപ്പൊടി. അപ്പോൾ അത്രയിട്ട് നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയേ ചെയ്യത്തുള്ളൂ കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കാതെ. അങ്ങനെ അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കണം. ചതച്ചെടുത്തതിന് ശേഷം അത് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങയിലും നെത്തോലിലും കൊണ്ടിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് അടുപ്പിക്കൊണ്ട് വെക്കണം. അപ്പോൾ നമ്മുടെ മാങ്ങയിട്ട മീൻ കറി ആവും. അപ്പോൾ നിങ്ങൾക്കിന്ന് എന്തായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്? അപ്പോൾ എല്ലാവരും 2 മണിയൊക്കെ കഴിഞ്ഞ് ചോറ് കഴിച്ച് കാണും. അപ്പോൾ നമ്മുടെ മീൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചോറ്. ഇന്ന് പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചക്കവിയൽ നല്ലതായിരുന്നു. ചോറൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ചക്കവിയൽ നല്ലതായിരുന്നു. പിന്നെ ഉള്ളത് പുളിശ്ശേരി. പിന്നെ നല്ല പുളിമുളകും അയലക്കറിയുണ്ട്. ഇത് അയലക്കകത്ത് എല്ലാ അരപ്പെല്ലാം ഇട്ട് പുളിയും പിഴിഞ്ഞൊഴിച്ച് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഇത് ഒന്ന് ജസ്റ്റ് കടുവറുത്ത് ഒഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. മീൻകറി നല്ലതായിരുന്നു. പിന്നെ നമ്മളെ മാങ്ങയിട്ട മീൻകറിയും കൂടെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.